സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന് പറയാൻ സാധിക്കും? സ്വന്തം ബാപ്പ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം മങ്കൂസ് മൗലിദ് ഓതി, മരിച്ച ഉപ്പാപ്പാന്റെ പേരിൽ യാസീൻ ഓതി, മരിച്ച ഉപ്പാപ്പയുടെ ഖബർ സിയാറത്തിന് ചെന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും മൗലാ തങ്ങളുടെയും അലീൽ കൂഫി തങ്ങളുടെയും അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെയും എന്തിനധികം പറയണം, 1000-ലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂർ മഖാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞുപോയ ആളുകളെ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മദ്ഹ് പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരുമൊക്കെ അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും വെറുതെ ആരോപണം പറഞ്ഞതല്ല. 1980 ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം, മൗലിദ് ഓതുന്നത് ശിർക്ക്, മാല ചൊല്ലുന്നത് ശിർക്ക്, ഒക്കെ ശിർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യിത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല. ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന ഒരൽപ്പവും മനുഷ്യത്വമില്ലാത്ത സ്വഭാവം, ഇത് ബിദ്അത്തിന്റെ ഭവിഷ്യത്താണ്, യാതൊരു സംശയവും ഇല്ല. ബിദ്അത്ത് വന്നാൽ അങ്ങനെയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞതല്ലേ? അലിയും ഫിൽ ജന്ന. എത്ര ഹദീസുകളുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുന്ന ഹദീസ്. പക്ഷേ ആ അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഒതുവെടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോ വാളുകൊണ്ട് ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന പുത്തൻവാദി തലക്ക് വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? ബിദ്അത്ത് മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അമ്പിയാക്കൾക്ക് ശേഷമുണ്ടോ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് യാതൊരു ലജ്ജയും കൂടാതെ റാഫിളത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചില്ലേ? ആ റാഫിളത്ത് പറഞ്ഞ കാരണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു പുതിയ കാര്യം അബൂബക്കർ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹം ബിദ്അത്തുകാരനാണ് എന്നാണ് പറഞ്ഞത്. അതെന്നല്ലേ ഇപ്പോഴും ബിദ്അത്തുകാർ പറയുന്നു. സുന്നികളൊക്കെ റസൂലുള്ളാഹി ചെയ്യാത്തത് ചെയ്തു എന്നല്ലേ അവർ ആരോപണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ 30 ഒന്നായി ഒരുമിച്ച് കൂട്ടി എഴുതി വെച്ചു. അതില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ദീൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു, ഇവിടെ ഖുർആൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണർത്തിയതും ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, ഇത് ഖൈറായ കാര്യമാണ്, നബി തങ്ങൾ ചെയ്തു പഠിപ്പിക്കേണ്ടതില്ല. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഖൈർ ചെയ്താൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ നമുക്ക് ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് ഖൈറാണ്, ഖൈറായത് ചെയ്യാൻ നബി തങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം എല്ലാ സ്വഹാബികളും അത് അംഗീകരിക്കുകയും ചെയ്തതല്ലേ. എന്നിട്ടല്ലേ അതിന് നേതൃത്വം കൊടുത്ത വകയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഴിച്ചുപോയി എന്ന് റാഫിളത്ത് വാദിച്ചത്? ബിദ്അത്ത് മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതെന്ന് മഹാനവർകൾക്കറിയാം, സഹാബത്തിന് മുഴുവനും അറിയാം. അതുകൊണ്ടാണല്ലോ കമാ അത്ബഖു അലൈഹി എന്നും വലാകിൻ അജ്മഅ അലൈഹി സഹാബ,
സഹാബികൾക്കിടയിൽ അതിൽ തർക്കമില്ലെന്നും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്ഈലും ശർഹ് ബാഫദിലും രേഖപ്പെടുത്തിയത്. അത് പലപ്പോഴും തറാവീഹിന്റെ എണ്ണം ചുരുക്കുന്ന കക്ഷികൾ ആദരിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും ഖുലഫാഉർ റാഷിദീങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ട് അതിന്റെ എണ്ണം ചുരുക്കി പറഞ്ഞ കക്ഷികൾ അവർ യഥാർത്ഥത്തിൽ തുടർന്നത് ആരെയാണ്? അത് റാഫിളത്തിനെയാണ്. റാഫിളത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലില്ലാത്ത പുതിയ നിസ്കാരം കൊണ്ടുവന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. അതുകൊണ്ടാണ് ഇമാം സർഖസി കിതാബുൽ മബ്സൂത്തിൽ അവർക്കെതിരെ ശക്തമായി സംസാരിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 2 ബാങ്ക് നടപ്പാക്കി ഫസബത്തൽ അംറു അലാ ദാലിക്, അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇമാം ബുഖാരി 7ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സഹാബിയായ സായിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വെച്ചത്. ആ സ്ഥിരപ്പെട്ട സഹാബത്ത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യം അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടല്ലേ കേരളത്തിലെ പല പള്ളികളിലെയും 2 ബാങ്ക് ഇല്ലാതെയാക്കിയിട്ട് പുത്തൻവാദം കക്ഷികൾ നടപ്പാക്കിയത്. നിങ്ങൾ കണ്ടില്ലേ? ഈ സഹാബത്തിനെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പോലും ബിദ്അത്തുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്ത് ചെയ്താലും ദീനിൽ തെളിവല്ലെന്നല്ലേ ബിദ്അത്തുകാർ എഴുതി വെച്ചത് ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ. ബിദ്അത്ത് മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. അവിടെ പിന്നെ യാതൊരു മനുഷ്യത്വവും ഉണ്ടാവില്ല. ഇതുകൊണ്ടല്ലേ കുറ്റ്യാടിയിലെ ജുമുഅത്ത് പള്ളി പൂർവീകരായ മഹാന്മാര് സ്ഥാപിച്ച്, അത് സ്ഥാപിച്ച ഒരു സയ്യിദിന്റെ മഖബറയും കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളി യാതൊരു ലജ്ജയുമില്ലാതെ 1964 കാലത്ത് ആ മഖബറ അടിച്ച് തകർത്ത് പൊളിച്ചു എന്നതിന്റെ പുറമെ ആ പള്ളി സുഹൃത്തുക്കളെ 1945 കാലത്ത് നേർത്ത കുഞ്ഞബ്ദുൽ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ ഖുതുബ ഓതാൻ വേണ്ടി ഒരു ഭാഗത്ത് കാത്തു നിൽക്കുമ്പോ മുഹമ്മദ് അലി ഹാജി എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപകൻ മിമ്പറിന്റെ മേലെ കയറി അവിടെ ഇരുന്നിട്ട് അവിടെ വാളെടുത്ത് മആസറ വിളിക്കുന്ന മൊയ്തീൻ മുസ്ലിയാരോട് നിർത്തടാ ബാങ്ക് കൊടുക്കടാ, നിർത്തടാ ബാങ്ക് മആസറ, നിർത്തടാ മആസറ കൊടുക്കടാ ബാങ്ക് എന്ന് പറഞ്ഞ് ആ പള്ളി പിടിച്ചെടുത്തത്. സുഹൃത്തുക്കളെ, ഈ പൂർവീകർ ഈ പള്ളി എന്തിനു നിർമ്മിച്ചു? അവർ ഏത് ലക്ഷ്യത്തിൽ നിർമ്മിച്ചു? അവരിവിടെ എന്ത് നടപ്പാക്കി? ആ പള്ളി ഈ രൂപത്തിൽ പിടിച്ചെടുക്കുന്നത് ശരിയല്ലെന്ന ഒരു മാനുഷികമായ മര്യാദ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാര് കാണിച്ചില്ല? കാരണം ബിദ്അത്ത് ഹൃദയത്തിൽ കടന്നതാണ്. ബിദ്അത്ത് ഹൃദയത്തിൽ കടന്നാൽ പിന്നെ ബാപ്പാനോട് ബഹുമാനില്ല, ഉമ്മാനോട് ബഹുമാനില്ല, എന്തിനധികം പറയണം സഹാബത്തിനോട് ബഹുമാനില്ല, ഇമാമിങ്ങളോട് ബഹുമാനില്ല. ഒരു മൗലവി പറഞ്ഞില്ലേ, 100-ലധികം കാര്യത്തിൽ ഇമാം ശാഫിഈ ഖുർആനിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ഖുർആനിന് അനുകൂലമായി ഒന്നും പറയാത്ത മൗലവി. സുബ്ഹാനല്ലാഹ്, ശാഫിഈ ഇമാമിനെ നിസ്സാരപ്പെടുത്താൻ ഒരു സങ്കോചവും അദ്ദേഹത്തിനുണ്ടായില്ല. ഒരു ഇമാമിനെയും കുറ്റപ്പെടുന്നതിന് വിഷമം ഉണ്ടായില്ല. സഹാബത്ത് പിഴച്ചുപോയി എന്ന് പറയാൻ സങ്കോചമുണ്ടായില്ല. എന്തിനധികം പറയണം? എല്ലാ പുത്തൻവാദികളും എഴുതി വെച്ചില്ലേ അവരുടെ മാസികകളിൽ, പണ്ടെങ്ങാനും ജീർണിച്ചു പോയ ജഡങ്ങളാണ്, അമ്പിയാക്കളുടെ ശരീരം ഖബറിൽ ജീർണിച്ച ജഡങ്ങളാണ് എന്ന് എല്ലാ പുത്തൻവാദികളും രേഖപ്പെടുത്തിയില്ലേ? ജമാഅത്ത് ഇസ്ലാമിയും രേഖപ്പെടുത്തി, മുജാഹിദും രേഖപ്പെടുത്തി. എത്ര സയ്യിദന്മാരെ കുറിച്ചാണ് ഇവിടെ നേരത്തെ സംസാരിച്ചത്? സയ്യിദന്മാരുടെ കൈ പിടിച്ചു ചുംബിക്കുകയല്ല വേണ്ടത്, അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്ന് കക്ഷികൾ എഴുതി വെച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, തങ്ങന്മാരെന്ന് പറഞ്ഞൊരു വർഗം തന്നെ
ഇല്ലെന്നും അവർക്ക് ആദരവ് കൽപ്പിച്ചുകൂടെന്നും അതെല്ലാം തെറ്റായ ആശയങ്ങളാണെന്നും പരസ്യമായി ഈ കക്ഷികൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചില്ല. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പികൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരും എന്നും ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഗ്യാരണ്ടിയാണ്. കാണിച്ചു തന്നാൽ സുന്നത്ത് ജമാഅത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സിയും കൂട്ടി എന്റെ വീട്ടിൽ പോയി അതിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവന്ന് കൂത്തുപറമ്പിലെ സ്റ്റേജിൽ ഹാജരാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നത് ഹാജരാക്കിയിട്ട് അവൻ നന്നായോ? അവൻ പിന്നെ അവിടുന്നും കുറച്ചുകൂടി കൂടുതൽ പിഴച്ചുപോയി എന്നാണ് എന്റെ അറിവ്. പിഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇരുട്ടിൽ തപ്പുമ്പോൾ എവിടെയെല്ലാം തടഞ്ഞു വീഴുമെന്നറിയില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, മുസ്ലിങ്ങളാണോ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകണം. മറ്റു മതക്കാരോട് നമ്മൾ അത് പറയുന്നില്ല. അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാം, അത് മനസ്സിലാക്കി അവർക്ക് ഇസ്ലാമിലേക്ക് എന്നും വരാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. കാരണം ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മനുഷ്യന്മാരെ വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ, അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു ഏർപ്പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. ഇമാമിങ്ങളെ കിതാബിൽ ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ, അവിടെ ഒരു ചർച്ചയുണ്ട്. അതേപോലെ അതിന്റെ ഹാഷിയായ സബ്റാമുൽ നസി നോക്കൂ, ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ മുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സബ്റാമുൽ നസിയും നോക്കുന്നവർക്ക് കാണാം. എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി, ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്. സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം. നിഹായിയും സബ്റാമുൽ നസിയും നോക്കിക്കോളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ആ കാലം കുറച്ച് മുന്നോട്ട് നീങ്ങി 953 ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചുക്ലിയിലാണ്. മഹാനവറുകൾ അടക്കം മുഹമ്മദ് കോയ സാലിയാത്തി അടക്കമുള്ള വലിയ ആലിമീങ്ങൾ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പാറക്കടു വലിയ ഖാദി അവറുകൾ ആ സമ്മേളനത്തിന്റെ 2 ദിവസം മുമ്പോ മറ്റോ മരണപ്പെട്ടു പോയതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൾ പെരിന്തൽമണ്ണ യോഗം ചേർന്നിട്ട് പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു. അന്ന് അവര് പിഴച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമേ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത്, അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി പെരുമാറാതിരിക്കുക. എന്തിനാണത് പറഞ്ഞത്? കാരണം അവരുമായി കൂടി പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം
നമ്മുടെ മുസ്ലിമീങ്ങളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം.